ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷർട്ട് വെച്ച് ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി ഐഡിയ ആണ്. അതും തയ്യൽ മെഷീൻ്റെ ആവശ്യമില്ലാതെ ചെയ്യാൻ പറ്റാവുന്ന സൂപ്പർ ഐഡിയ ആണ് കേട്ടോ. തയ്യൽ മെഷീൻ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഐഡിയ ആണ്. എല്ലാ വീട്ടുകാർക്കും ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ്. ലേഡീസിന് യൂസ് ചെയ്യാൻ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വീട്ടിൽ ഏതൊരാൾക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നത്, ലൈക്ക് ഇപ്പോൾ തന്നെ ചെയ്തേക്കണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഇടത്തരം വലിപ്പമുള്ള ഒരു ഷർട്ടാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. ഇത് ഫുൾ സ്ലീവ് ഒക്കെ ഉണ്ട്. സ്ലീവ് നമുക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഷോർട്ട് സ്ലീവ് ആണെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും. അതിനെ ഫുൾ ഫ്രണ്ട് ഭാഗം നിവർത്തിയിടുക കേട്ടോ. ഫ്രണ്ട് ഭാഗം ഫുള്ളായിട്ട് നിവർത്തിയിടുക. എന്നിട്ട് താഴെ ഭാഗം ഇങ്ങനെ ഒപ്പാക്കി വയ്ക്കുക. ഓക്കെ, ഈ ഭാഗം കുടുക്കുകളുടെ ഭാഗമൊക്കെ കറക്റ്റ് ഒപ്പാക്കി വയ്ക്കണം. ഇങ്ങനെ ചെയ്ത് വയ്ക്കണം. ഇങ്ങനെ വരെ ചെയ്ത് വയ്ക്കണം കേട്ടോ. എല്ലാ കുടുക്കുകളും കറക്റ്റ് ഒപ്പാക്കി വയ്ക്കണം. താഴെ ഭാഗം ഒപ്പാക്കി വയ്ക്കണം. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിനകത്ത് ഈ ഒരു ഇറക്കമാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഈ ഒരു അളവാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാണ്. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. ഞാനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇത്രയും ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അപ്പോൾ നമ്മുടെ ഇതിൽ മാക്സിമം വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഇടത്തരം ഷർട്ടിലൊക്കെ നമുക്ക് ഇത്രത്തോളമൊക്കെ നമുക്ക് വീതി ഇറക്കം കിട്ടും കേട്ടോ. പക്ഷേ നമ്മൾ ഇത്രയും എടുക്കുമ്പോൾ നമുക്ക് തയ്യൽ മെഷീൻ ഇല്ലാത്തവർക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ പണിയെടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് തയ്യൽ മെഷീൻ ഇല്ലാത്തവർക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ആയതുകൊണ്ട് നമ്മളിതിൻ്റെ ഇറക്കം കുറച്ച് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നമുക്ക് ഈ ഭാഗം മൊത്തം സ്റ്റിച്ചുള്ള ഭാഗമാണ്. അപ്പോൾ ഇത്ര വരെ നമുക്ക് എടുക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട, നമുക്ക് ഹെമ്മിങ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനനുസരിച്ച് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രത്തോളം തുന്നിയാൽ മതി. കുറച്ച് തുന്നിൽ കുറയ്ക്കാം. തയ്യൽ മെഷീൻ ഉള്ളവർക്കാണെങ്കിൽ ഇത് ഫുള്ളായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കഴിയാവുന്നതാണ്. ഓക്കെ, ഇത് മാറ്റി. തയ്യൽ മെഷീൻ ഉള്ളവരാണെങ്കിൽ ഇത് ഫുൾ എടുത്തോട്ടോ. ബാക്കിയെല്ലാം സെയിം ആണ്. ഈ മെത്തേഡൊക്കെ സെയിം ആണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇനി എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരു 2 ഇഞ്ച് എടുക്കാം. ഓക്കെ, ഒരു 2 ഇഞ്ച് എടുത്തു കണ്ടോ. ഒരു 2 ഇഞ്ച് എടുത്തു. ഇനി ഈ ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ 2 ഇഞ്ച് എടുക്കാം. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എടുക്കാം 2 ഇഞ്ച്. ഓക്കെ, ഒന്ന് ഈ സൈഡിൽ നിന്ന് എടുത്തു, ഒന്ന് ഈ സൈഡിൽ നിന്ന് എടുത്തു. ഓക്കെ, ഈ സൈഡിൽ നിന്ന് 2 ഇഞ്ച് എടുത്തു, ഈ സൈഡിൽ നിന്ന് 2 ഇഞ്ച് എടുത്തു. എന്നിട്ട് നമ്മളതിങ്ങനെ അതിനെ ഒന്ന് ഇങ്ങനെ വരയ്ക്കാം. ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതേ അളവ് തന്നെ ഇവിടെയും വയ്ക്കാം. ഓക്കെ, ഇവിടെ വെച്ചു. അപ്പോൾ നമ്മളിനി അളവ് എടുക്കാനായിട്ട് നിൽക്കേണ്ടതില്ല. ഇങ്ങനെ വെച്ചാൽ മതി. നമ്മൾ എത്രയാണോ എടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു അളവ് തന്നെ എടുക്കാം. ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇതേ അളവ് തന്നെ എടുത്തിട്ട് നമുക്ക് ഇതിപ്പുറത്തോട്ടും വയ്ക്കാം. ഇനി ഇതേ അളവ് തന്നെ എടുത്തിട്ട് ഇപ്പുറത്തും വയ്ക്കാം. അപ്പോൾ ഓക്കെ അല്ലേ? 4 ഭാഗം ഇതേപോലെ തന്നെ എടുത്താൽ മതി കേട്ടോ.
ഇട്ടിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമുക്ക് തയ്ക്കണം. അതിന് പൊട്ടവശമാക്കിയിട്ട് ഇടണം. അപ്പോഴാണ് ഈ സ്റ്റിച്ച് ഉള്ളിലോട്ട് പോകുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അത് നല്ല വശത്തോട്ട് കാണുന്ന രീതിയിൽ കിടക്കും. അതുകൊണ്ട് നമ്മളത് ഉൾ സൈഡിലേക്ക് ആക്കി ഇടണം. ഇനി നമ്മൾ ചെയ്യണേക്കാട്ടിലും മുമ്പ് ഇതിനൊന്ന് ഒപ്പാക്കി വയ്ക്കണം. അതായത് കുടുക്ക് ഇടാൻ പറ്റാവുന്ന ആ ഒരു ലെവലുണ്ടല്ലോ, ആ ഒരു ലെവൽ ഇത് കുടുക്ക് ഇട്ടിട്ട് വെച്ച ശേഷം തിരിച്ചിടുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ കുറേയും കൂടി എളുപ്പമുണ്ട് ചെയ്യുന്നതെല്ലാം ഈക്വലായിട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കയറി ഇറങ്ങി നിൽക്കുന്ന ആ ഒരു രീതിയിൽ വരും. ഇനി ഇതിൻ്റെ എല്ലാ കുടുക്കുകളും നമുക്ക് ഇട്ട് വയ്ക്കാം. ആദ്യമേ തന്നെ ഇട്ട് വയ്ക്കാം. ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അപ്പുറത്തേക്ക് മറിച്ചിടാം. പൊട്ടവശത്തേക്ക് മറിച്ചിടാം. ഓക്കെ. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡ് ഇവിടെ ഫുള്ള് തുന്നിയെടുക്കുക കേട്ടോ. എങ്ങനെയാണോ നിങ്ങൾക്ക് തുന്നാൻ അറിയുന്നത് ആ രീതിക്ക് തുന്നിയെടുക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ് തുന്നാൻ പറ്റുമെന്ന് വെച്ചാൽ ആ രീതിക്ക് തുന്നിക്കോളൂ കേട്ടോ. ഓടിക്കാനിട്ടിട്ടോ അല്ലെങ്കിൽ സ്ട്രോങ് ചെയിൻ സ്റ്റിച്ചോ ആയിട്ടോ ഏത് രീതിയിൽ നിങ്ങൾക്ക് പറ്റണമെന്ന് വെച്ചാൽ അതുപോലെ ഇവിടത്തോട്ട് ഇവിടം വരെ തുന്നിയെടുക്കുക. അത് ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യാനുള്ളത് ഇതുപോലെ ഇങ്ങനെ ക്ലോസ് ചെയ്ത പോലെ തന്നെ നിൽക്കണം. അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഭാഗങ്ങളിൽ ഇത് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റാത്ത ലെവലാവും. അപ്പോൾ ഇത് ആദ്യമേ തന്നെ ക്ലോസ് ചെയ്ത ലെവലിൽ ചെയ്ത് വയ്ക്കണം. അതിന് ശേഷം ഇവിടെ ഈ സൈഡിൽ അതുപോലെ തന്നെ തുന്നിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളത് പറ്റുന്ന രീതിയിൽ നമ്മൾ തുന്നിയെടുക്കാണ്ട് ഇപ്പോൾ തന്നെ തുന്നി വരാം. ഇവിടെ തുന്നിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വരെ തുന്നിയിട്ടുണ്ട്. ഇനി ഇതുപോലെ അപ്പുറത്തെ സൈഡിൽ ഈ ഒരു സൈഡും തുന്നിയെടുക്കണം. അപ്പം നമ്മൾ രണ്ട് സൈഡിൽ തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഒന്നിതാ ഈ സൈഡിൽ നമുക്ക് തയ്യൽ മെഷീൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തത്. ഇത് ചെയ്യാൻ തുടങ്ങി ഭയങ്കര കഷ്ടപ്പാടായി തോന്നി. തുന്നി കഴിഞ്ഞപ്പോൾ തയ്യൽ മെഷീൻ ഇല്ലാത്തവരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. തുന്നുന്ന ഒരു ഈ അടുത്തായിട്ട് ഒരു ചാനലിൽ ഇങ്ങനെ തയ്യൽ കൈ കൊണ്ട് തുന്നുന്ന ഒരു ചാനലിനെ കണ്ടു. അപ്പോൾ എനിക്ക് അത് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നിയത് കണ്ടപ്പോൾ. ഇത്രയും തുന്നുമ്പോഴത്തേക്കാണ് എനിക്ക് വയ്യാണ്ടായി ഇപ്പോൾ തന്നെ. ഇത് ഇത്രയും തുന്നിയിട്ടുണ്ട്. രണ്ട് സൈഡ് ഞാൻ തുന്നിയിട്ടുണ്ട്. ഇനി നമ്മൾ തുന്നി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ഉണ്ട് തുന്നാനായിട്ട്. ഇനി നമുക്ക് തുന്നാൻ രണ്ട് സൈഡ് ഇപ്പോൾ തുന്നി കഴിഞ്ഞ് ഇനി നമുക്ക് തുന്നാനുള്ളത് ഇതുപോലെയാണ്. ഈ ഒരു ഭാഗത്തെ ഇങ്ങനെ പിടിക്കണം. ഓക്കെ, ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇവിടം വരെ തുന്നണം. ഇതുപോലെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇവിടം വരെ തുന്നണം കേട്ടോ. ഇങ്ങനെ ഇതുപോലെ പിടിക്കണം. ഈ ഒരു സൈഡ് കേട്ടോ. മനസ്സിലായെന്ന് വിശ്വസിക്കണം. ഒരു പ്രാവശ്യം കാണിക്കാം. ഇതിപ്പോൾ ഇങ്ങനെയാണല്ലോ ഇരിക്കുന്ന ഷേപ്പ്. ഈ ഒരു ഭാഗത്ത് പിടിച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് തുന്നണം ഇവിടം വരെ. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ ഈ ഭാഗത്ത് തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഭാഗത്ത് തുന്നണം. ഇതേപോലെ തന്നെ ഈ ഭാഗത്തും വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പിടിക്കുന്നതെല്ലാം തുന്നണം. ഇതേപോലെ തന്നെ ഇവിടെ നാല് സൈഡും തുന്നിയെടുത്തിട്ട് വരണം. അവിടെ തയ്ച്ച ശേഷം നമ്മളിത് മറിച്ചിട്ട് കേട്ടോ. അല്ല തയ്ക്കില്ല, തുന്നിയ ശേഷം നമ്മൾ തുന്നിയെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഫുള്ള് തുന്നിയെടുത്താണ് കേട്ടോ. തുന്നിയെടുത്തുകൊണ്ടാണ്. തുന്നിയ കാരണം അതിൻ്റെ തുന്നലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കാണാനൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് എല്ലാ ഭാഗത്തും കണ്ടോ. നാല് സൈഡിലും തുന്നലൊക്കെ ഇങ്ങനെ കാണാനുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഒപ്പിച്ചു. ഒരുവിധം എല്ലാം തുന്നിയെടുത്ത് അവസാനിപ്പിച്ചു. ഫുള്ളായിട്ട് തുന്നിയെടുത്തു. ഇനി അത് മറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെറിയൊരു സ്റ്റോറേജ് ബോക്സ് പോലെ തുണികളൊക്കെ വെക്കാൻ പറ്റാവുന്നൊരു സ്റ്റോറേജ്. നമുക്ക് ചെറുവക സാധനങ്ങളൊക്കെ ചെറിയ ഷർട്ടായതുകൊണ്ടാണ് കേട്ടോ ഇത് നമുക്ക് കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്നത്. അല്ലെന്ന് വെച്ചാൽ വലിയ ഷർട്ടിൻ്റെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെഡ്ഷീറ്റ് അങ്ങനത്തെ പുതപ്പുകളൊക്കെ നമുക്ക് ഒതുക്കി വയ്ക്കാം കേട്ടോ. അതുപോലെ ഉപയോഗിക്കാത്ത ഒരുപാട് സാരികൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഒതുക്കി വയ്ക്കാം. ഇത് ഷാള്, ചുരിദാർ, ടോപ്പ്, പാൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് കൊടുക്കും കേട്ടോ. ഒരുവിധം എല്ലാ സാധനങ്ങളും ഉപയോഗിക്കാത്ത സാധനങ്ങളും ഉപയോഗിക്കുന്ന സാധനങ്ങളും എന്തായാലും കുഴപ്പമില്ല. നമുക്കിത് സിമ്പിളായിട്ട് തന്നെ അടയ്ക്കാനും പറ്റും. കണ്ടില്ലേ, ഇത് ലോക്ക് ചെയ്ത് വയ്ക്കാനും പറ്റും. ഇപ്പോൾ അതിന് തയ്ക്കാൻ അറിയണമെന്നില്ല, തയ്യൽ മെഷീൻ ആവശ്യമില്ല. നമ്മൾ തയ്യൽ മെഷീൻ ഇല്ലാണ്ട് കൈകൊണ്ട് തുന്നിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇതുപോലെ ഒരു ഓർഗനൈസർ ബാഗ് ഉണ്ടാക്കിയത്, സ്റ്റോറേജ് ബാഗ് ഉണ്ടാക്കിയത്.
അപ്പോൾ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ അതൊന്നും അല്ലാതെ വെറുതെ ഇനിയിപ്പോൾ കുറച്ച് തുണികളെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് തലോണയായിട്ട് വേണമെങ്കിൽ വയ്ക്കാം. ചെറിയ രീതിയിൽ ഇപ്പോൾ പഴയ വെട്ട് കഷ്ണങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ജസ്റ്റ് ഈ ഭാഗം വെച്ചിട്ട് നമുക്ക് തലോണയായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ആ രീതിയിലും ഇത് യൂസ് ചെയ്യാം, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ഡ്രസ്സുകൾ ഒതുക്കി വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.